കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഒരുമിച്ചുള്ള ഈ ദിവസങ്ങൾ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചിന്തകൾ, ഈ കോൺഫറൻസ് നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന്, ഒരു വിപ്ലവത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, മറ്റ് ഒരു മനുഷ്യന് നമ്മളിൽ ചെയ്യാനൊക്കാത്ത നിലനിൽക്കുന്നതായിട്ടുള്ള രൂപാന്തരങ്ങൾ വരുത്തുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനം, ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതും സന്ധ്യമഞ്ചകളെ പോലും വേർപിരിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമായ ദൈവത്തിൻ്റെ വചനം. യാക്കോബിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കണ്ണാടിയിൽ എന്നവണ്ണം നമ്മളെ തന്നെ കണ്ടുണരുവാൻ ഇന്ന് രാത്രിയിലെ ഈ വചന ശുശ്രൂഷ ഉതകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളെ ഏൽപ്പിക്കുവാൻ കർത്താവിൻ്റെ ഹൃദയത്തിൽ പ്രകാശനം നൽകിയിരിക്കുന്ന വേദഭാഗത്തേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങൾ. എഫേസ്യ ലേഖനം 3-ാമത്തെ അധ്യായം 10-11 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. പുതിയ നിയമത്തിൽ പൗലോസിന്റെ ലേഖനങ്ങളിൽ ഏറ്റവും ദൈവസഭയെക്കുറിച്ചുള്ള ആഴമായ കാഴ്ചപ്പാടുകൾ, ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താണ്, ദൈവസഭയിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ്, സഭയ്ക്കകത്ത് വന്നിരിക്കുന്നവരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്ത്, അങ്ങനെ കാലങ്ങൾ കൊണ്ട് സഭയ്ക്കകത്ത് കൂടി വന്നിരിക്കുന്ന പല കാര്യങ്ങളെയും തെറ്റിദ്ധാരണകളെയും തിരുത്തുവാൻ അപ്പോസ്തലനായ പൗലോസ് സ്ഥാപിച്ച എഫെസസിലുള്ള അനുഗ്രഹീതമായ ഈ ദൈവസഭയ്ക്ക് അപ്പോസ്തലപ്രവൃത്തി 18:19 ആദ്യമായി പൗലോസ് ഈ സഭയിൽ വന്നത്. എഫെസസിലുള്ള ദൈവസഭയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി എഫെസസ് പട്ടണത്തിൽ താൻ ആദ്യമായി വരുന്നത് തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയുടെ അവസാന സമയങ്ങളിൽ അവിടെ വരുന്നു. പിന്നീട് കർത്താവിന്റെ നിയോഗപ്രകാരം അവിടെ മടങ്ങി വരികയും ഏകദേശം 3 വർഷത്തോളം അവിടെ ഒരു ബേസാക്കി, മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഒരു ബേസാക്കി മറ്റേത് സ്ഥലങ്ങളിലേക്കാട്ടിലും പൗലോസ് താമസിച്ച് പ്രവർത്തിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവസഭ. 3 വർഷം പൗലോസിനെ പോലെ ഒരു പാസ്റ്റർ ശുശ്രൂഷിച്ചാൽ അത് ഇന്നുള്ള സഭകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കുമെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അപ്പോസ്തലപ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൽ പൗലോസ് ഇവിടെ നിന്നും വിടവാങ്ങുമ്പോൾ എഫെസസ് പട്ടണത്തിലെ 3 വർഷത്തെ ശുശ്രൂഷകൾ തികച്ചുകൊണ്ട് അവിടെ നിന്നും യാത്രയാകുമ്പോൾ താൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് പ്രയോജനം വരുന്നതൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. ആ ശുശ്രൂഷയിൽ വളർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിഗ് പ്രിവിലേജ്. ഈ പ്രയോജനം വരുന്നത് മറച്ചു വെച്ചില്ല എന്ന് പറയാൻ കാര്യം, പലപ്പോഴും പ്രയോജനം വരുന്നത് മറച്ചു വെക്കാൻ തോന്നും, അത് കേൾക്കാൻ ഇഷ്ടമുള്ളതായിരിക്കത്തില്ല. പ്രയോജനം വരുന്ന കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഒരു സമൂഹം ഇരിക്കുമ്പോൾ ആ സമൂഹത്തെ ആവേശത്തിരകളിൽ ഏറ്റുവാൻ, ഒരു ഇമോഷണൽ തലത്തിലുള്ള, വൈകാരിക തലത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുവാൻ, കർണരസകരമായത് പറയുവാനുള്ള ടെംപ്റ്റേഷൻ, വലിയ പരീക്ഷ മുമ്പിലുള്ളപ്പോൾ പൗലോസ് പറയുക, I haven't yielded myself to those temptations. നിങ്ങൾക്ക് പ്രയോജനം വരുന്നതൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. വചനത്താൽ നിങ്ങളെ വാർത്തെടുത്തു, വചനത്താൽ നിങ്ങളെ പഠിപ്പിച്ചു, രാത്രിയിൽ വീടുതോറും കയറി പഠിപ്പിച്ചു, പകൽ സമയങ്ങളിൽ തുറന്നോസിന്റെ പാഠശാലയിൽ പഠിപ്പിച്ചു. അവിടെ നിന്ന് പോയപ്പോൾ പൗലോസ് പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പഠിപ്പിക്കുക മാത്രമല്ല, പ്രയോജനം വരുന്നതൊന്നും മറച്ചു വെക്കുക മാത്രമല്ല, നിങ്ങളുടെ ആരുടെയും വെള്ളിയോ പൊന്നോ ഞാൻ ചോദിച്ചിട്ടില്ല എന്നല്ല, ഞാൻ ആഗ്രഹിച്ചിട്ട് പോലുമില്ല. ഈ കാലഘട്ടത്തിൽ കർത്താവ് ഇങ്ങനെയുള്ള ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കോൺഫറൻസിൽ നമ്മൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ, വിവിധ സഭകളിൽ നിന്നും, നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് ഡിനോമിനേഷനിൽ നിന്ന് ഒരുമിച്ച് കൂടി വരുമ്പോൾ ഈ പ്രാരംഭ ദിവസം നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ
ഇങ്ങനെയുള്ള ശുശ്രൂഷകരെ എഴുന്നേൽപ്പിക്കണമേ. വചനം കോംപ്രമൈസ് ചെയ്യാത്ത, മുഖം നോക്കി മനുഷ്യരെ സുഖിപ്പിക്കുവാൻ വേണ്ടി, മനുഷ്യരെ കർണരസകരമായത് പറഞ്ഞ് രസിപ്പിക്കുന്ന ശുശ്രൂഷകരല്ല, നിത്യതയ്ക്ക് യോഗ്യമാകും വണ്ണം വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുത്ത രീതിയിൽ. യേശു പറഞ്ഞ പോലെ, ഞാൻ പറഞ്ഞ വചനത്താൽ നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞതുപോലെ, ആ മുറിക്കത്തക്കവണ്ണമുള്ള ദൈവത്തിന്റെ വചനം, ഇങ്ങനെ വാർത്തെടുക്കപ്പെട്ട ഒരു ദൈവസഭയാണിത്. 3 വർഷം ഈ ശുശ്രൂഷകൻ ശുശ്രൂഷിച്ച് കടന്നുപോയി. അടുത്തൊരു 7 വർഷം കഴിഞ്ഞപ്പോൾ എഴുതുന്ന എഴുത്താണിത്, എഫേസ്യ ലേഖനം. കാലപ്പഴക്കത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത് ഇവിടെയും സംഭവിച്ചു. ചില വസ്തുക്കൾക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ മൂല്യം കൂടുന്നുണ്ട്. എന്നാൽ ഒരു കാര്യമുണ്ട്, ദൈവസഭയുള്ള ബന്ധത്തിൽ, ദൈവവചനത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്, വർഷങ്ങൾ കഴിയുന്തോറും ഒരു സാധ്യതയുണ്ട്. സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചടങ്ങായി തീരുവാൻ. രക്ഷിക്കപ്പെട്ട അനുഭവമൊക്കെ പോയി, സ്നാനപ്പെട്ട അനുഭവമൊക്കെ ഒരു ഡേറ്റായി മാത്രം ബൈബിളിന്റെ ഫസ്റ്റ് പേജിൽ രക്ഷിക്കപ്പെട്ട ദിവസം, സ്നാനപ്പെട്ട ദിവസം, അന്യഭാഷ പറഞ്ഞു തുടങ്ങിയ ദിവസം അവിടെ തീരുന്നു. ഒരു വളർച്ചയില്ലാത്ത, എന്തിനാണ് ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ച് ഇറങ്ങിയതെന്ന് പോലും മറന്നു പോകുന്നൊരവസ്ഥ അതിവിടെ സംഭവിച്ചു. ഈ എഫെസസ് പട്ടണത്തിലെ ദൈവസഭയിൽ കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ വാത്സല്യ സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ആനുവൽ കൺവെൻഷനിൽ, 31ാമത്തെ ആനുവൽ കൺവെൻഷനിൽ നമ്മൾ ആരെങ്കിലും ചിന്തിക്കുക, ഇല്ല എൻ്റെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ അന്ന് ഇറങ്ങിയപ്പോഴത്തെ പോലെ തീഷ്ണതയിലാണ് ഇന്നും ഇരിക്കുന്നത്, ആ ദർശനങ്ങൾ എന്നിൽ വർദ്ധിച്ചിട്ടേ ഉള്ളൂ, ഞാൻ പുറമോട്ട് പോയിട്ടില്ല. ആ ചിന്ത ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. പക്ഷേ ഈ കോൺഫറൻസിൽ നടക്കുന്ന ദൈവവചന ശുശ്രൂഷയിലൂടെ ഒന്നുകൂടെ ഒന്ന് കാഴ്ചപ്പാട് പുതുക്കുവാനും, എവിടെങ്കിലും ഒരൽപ്പം ദർശനത്തിന് മങ്ങൽ വന്നെങ്കിൽ, 20 വർഷം മുമ്പ്, 25 വർഷം മുമ്പ്, അല്ല 10 വർഷം മുമ്പ് വേർപെട്ട ഒരു ദൈവസഭയിൽ വന്നപ്പോഴുണ്ടായിരുന്ന തീക്ഷ്ണത, അന്നുണ്ടായിരുന്ന കാഴ്ചപ്പാട്, അന്നുണ്ടായിരുന്ന ദർശനം, അന്നുണ്ടായിരുന്ന ആവേശം, പാഷൻ നഷ്ടപ്പെട്ടെങ്കിൽ, ഈ കോൺഫറൻസിന്റെ സമാപനമാകുമ്പോൾ ഒന്നുകൂടെ കർത്താവ് ഉള്ളിൽ തട്ടി ഉണർത്തി ആ പഴയ എരിവിലേക്ക്, പഴയ തീഷ്ണതയിലേക്ക് നടത്തുന്ന ദിവസങ്ങളായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കുറിവാക്യം 3-ാം അധ്യായം 10-11 വാക്യങ്ങൾ. സഭയിലൂടെ ദൈവം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വലിയ പ്ലാൻ ഉണ്ട്. നിങ്ങളുടെ ലോക്കൽ ചർച്ചിലൂടെ, നിങ്ങൾ ഇന്ന് ആരാധിച്ചു വരുന്ന ആ സമൂഹത്തിലൂടെ. യെസ്, ഇപ്പോ കൊറോണ വൈറസിന്റെ ഈ പാൻഡമിക്കിന്റെ സമയത്ത് നമുക്ക് ഒരുമിച്ച് ഒരു റൂഫിന്റെ കീഴിൽ വരാൻ സാധിക്കുന്നില്ലായിരിക്കാം. എന്നാലും ഈ പർപ്പസ് മാറുന്നില്ല. ദൈവത്തിനൊരു വലിയ ഉദ്ദേശം. ചിലപ്പോൾ 20 പേരെ കാണത്തുള്ളൂ നിങ്ങൾ കൂടി വന്നിരിക്കുന്ന ആ ദൈവസഭയിൽ, ചിലപ്പോൾ 200 പേര് കാണും, ചിലപ്പോൾ 1000 പേര് കാണും. പക്ഷേ God has a very special purpose behind that congregation coming together. എന്താണ് ആ പർപ്പസ്? ഈ 3-ാമത്തെ അധ്യായത്തിൽ ആവർത്തിച്ച് കാണുന്ന, എല്ലാവരും ബൈബിൾ തുറന്ന് ഈ പദങ്ങൾ നോക്കണമേ, ആവർത്തിച്ച് കാണുന്ന ഒരു പദമുണ്ട്. 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ ആദ്യമായ പദം കാണുന്നു. നോക്കുക, 3-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു. മിസ്റ്ററി. ഈ പദം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിലും കാണാം. എ മിസ്റ്ററി മെയ്ഡ് നോൺ ടു അസ്. 3-ാമത്തെ വാക്യത്തിൽ മാത്രമല്ല, 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ പിന്നെയും പൗലോസ് പറയുന്നു മിസ്റ്ററി. 4-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യത്തിൽ ആവർത്തിക്കുന്നു. എന്താ ഈ മിസ്റ്ററി എന്ന് ചോദിച്ചാൽ, മിസ്റ്ററിയുടെ ഡെഫിനിഷൻ എന്താന്ന് ചോദിച്ചാൽ 5-ാമത്തെ വാക്യത്തിലുണ്ട്. ഈ വെളിപ്പാടിൽ എനിക്ക് മറഞ്ഞിരുന്ന ഒരു കാര്യം, ഒരു വലിയ മിസ്റ്ററി വെളിവായി വന്നു. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ 100 പേരുള്ള സഭയിൽ 5 പേർക്ക് മാത്രം വെളിപ്പെട്ട് കിട്ടി, മറ്റാർക്കും കിട്ടിയില്ല. അവർ അനാത്മീകരായതുകൊണ്ട് അവർക്ക് കിട്ടിയില്ല. തെരഞ്ഞെടുത്ത 5 പേർക്ക് മാത്രം കിട്ടി. അതല്ല,
അതല്ല ആ വാക്കിന്റെ അർത്ഥം. മർമ്മം എന്ന് പറഞ്ഞാൽ കുറച്ചു പേർക്ക് മാത്രം പിടികിട്ടുന്ന ഒരു കാര്യമെന്നല്ല പൗലോസ് പറയുന്നത്. എന്താണെന്നറിയാമോ ഈ മർമ്മം? 5-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ്: പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വരാതിരുന്ന ഒരു കാര്യം, പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്ന ഒരു വലിയ സത്യം, ഒരു വലിയ പദ്ധതി, ദൈവത്തിന്റെ വലിയ മാസ്റ്റർ പ്ലാൻ പൂർവകാലങ്ങളിൽ അത് മറഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ, ഏലിയാവിനോടോ മോശയോടോ ദാവീദിനോടോ ചോദിച്ചാൽ പൂർണ്ണ രൂപത്തിൽ അവർക്കത് പറഞ്ഞു തരാൻ ഒക്കത്തില്ല. അത് മറഞ്ഞിരുന്നു. ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജീവിച്ചവർക്ക് സൂചനകൾ ഉണ്ടായിരുന്നു, മൊത്തത്തിൽ മനസ്സിലായില്ല, അത് മറഞ്ഞിരുന്നു. പൗലോസ് പറയുക, ഈ മർമ്മം, പഴയ ഉടമ്പടിയിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മം, മരുഭൂമിയിലെ ഇസ്രായേൽ മക്കൾക്ക് മറഞ്ഞു കിടന്ന ഒരു മർമ്മം, അതിന്ന് വിശുദ്ധന്മാർക്ക്, അപ്പോസ്തലന്മാർക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നു എന്നാ പൗലോസ് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്ക് വെളിപ്പെട്ട് കിട്ടി. ചില വാക്കുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് താല്പര്യമുണ്ട്. 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, ചാപ്റ്റർ 3 വേഴ്സ് 2, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ. ഇതെനിക്ക് സ്വയമേ എൻ്റെ ബുദ്ധി മനസ്സിലാക്കാൻ ഒക്കത്തില്ല. എനിക്ക് ലഭിച്ച, ഇറ്റ് വാസ് ഗിവൺ ടു മീ. അതുപോലെ അർത്ഥം വരുന്ന ഒരു പദമാണ് 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നോക്കുക, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. ആ പദങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാ. ഞാൻ ഈ വാക്യങ്ങൾ ധ്യാനിച്ചപ്പോൾ, ഈ കോൺഫറൻസിൽ സംസാരിക്കുവാനായി തയ്യാറെടുത്തപ്പോൾ എനിക്കൊരു കാര്യം പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ പ്രത്യേക പ്രേരണ തന്നു. എന്താന്ന് ചോദിച്ചാൽ, എത്ര കോൺഫറൻസിൽ സംബന്ധിച്ചാലും ചില കാര്യം മനസ്സിലാകത്തില്ല, എത്ര പ്രസംഗം കേട്ടാലും ചില കാര്യങ്ങൾ മനസ്സിലാകത്തില്ല. ചിലര് പ്രസംഗങ്ങൾ കേൾക്കുന്നത്, ഇപ്പൊ യൂട്യൂബ്, ഫേസ്ബുക്ക്, കാര്യങ്ങൾ, മാധ്യമങ്ങളെല്ലാം ഒഴുകുകയാ പ്രസംഗം. പ്രസംഗത്തിന് പഞ്ഞമൊന്നുമില്ല. എന്നാൽ ഇത് മനസ്സിലാകണമെങ്കിൽ ആ പദമാ, എനിക്ക് ലഭിച്ച ഒരു പരീക്ഷനായി എനിക്ക് മർമ്മം കാണാൻ ഒക്കത്തില്ലായിരുന്നു. ബെന്യാമീൻ ഗോത്രക്കാരനായി പുകഴ്ന്നു നടന്ന ഞാൻ, ദൈവസഭയെ ഉപദ്രവിക്കുവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയ എനിക്ക് എന്റെ മിടുക്കിൽ ഇത് മനസ്സിലാകത്തില്ലായിരുന്നു. അവിടെയാണ് ആ 3-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ, ഇറ്റ് വാസ് ഗിവൺ ടു മീ, ഐ ഡിഡ് നോട്ട് ബൈ ഇറ്റ്, ഇറ്റ് വാസ് ഗിവൺ ടു മീ. 3-ാമത്തെ വാക്യത്തിൽ പിന്നെയും, വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. ഇതെന്റെ കാഴ്ചപ്പാട് കൊണ്ട് എനിക്ക് ഒക്കത്തില്ല. ഗമാലിയേലിന്റെ കാൽപാദത്തിൽ ഇരുന്ന് പഠിച്ചപ്പോൾ എനിക്ക് കിട്ടിയില്ല. എന്റെ മാതാപിതാക്കൾ എനിക്ക് പറഞ്ഞു തന്നില്ല, മഹാപുരോഹിതന്മാർ എനിക്ക് പറഞ്ഞു തന്നില്ല. ഇത്രയേ ഉള്ളൂ ഞാൻ പറയാൻ വരുന്നത്. ഇതൊരു ബൈബിൾ സ്കൂളിൽ കിട്ടത്തില്ല, ഇതൊരു സെമിനാറിൽ അറ്റൻഡ് ചെയ്താൽ കിട്ടത്തില്ല, AGIFNAയുടെ കോൺഫറൻസിൽ സംബന്ധിച്ചത് കൊണ്ട് മാത്രം കിട്ടത്തില്ല. എന്റെ പ്രാർത്ഥന ഇതാ, ഇത് അറ്റൻഡ് ചെയ്തിരിക്കുമ്പോൾ തന്നെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ ചില മറകൾ നീങ്ങി ഇതുവരെ കാണാത്ത മേഖലകൾ, ഇതുവരെ കണ്ണടഞ്ഞിരുന്ന മേഖലകൾ വചനത്താൽ തുറക്കുന്ന, ആത്മാവിനാൽ തുറക്കുന്ന ഒരു പുത്തൻ കാഴ്ചപ്പാടിന്റെ ഉടമയാകുന്ന ഒരു രാത്രിയായി മാറട്ടെ ഇത്. പൗലോസ് പറയും, ഇറ്റ് വാസ് ഗിവൺ ടു മീ, ഇറ്റ് വാസ് മെയ്ഡ് നോൺ. അതേ പദം തന്നെ 5-ാമത്തെ വാക്യത്തിലും, വെളിപ്പെട്ടതുപോലെ. ഇതെല്ലാം പാസീവ് വോയിസാ എന്ന് പറഞ്ഞാൽ, ഐ ഡിഡ് നോട്ട് ടേക്ക് ഇറ്റ്, ഐ ഡിഡ് നോട്ട് ഗെറ്റ് ഇറ്റ്. വെളിപ്പാടിൽ എനിക്ക് ലഭിച്ചു, ഇറ്റ് വാസ് ഗിവൺ. 3-ാം അധ്യായം 7-ാമത്തെ വാക്യം കൂടെ ശ്രദ്ധിക്കണമേ. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ. ആ പദങ്ങൾ കണ്ടോ, എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നത്. എനിക്ക് ലഭിച്ച കൃപ, എനിക്ക് ലഭിച്ച വെളിപ്പാട്. 7-ാമത്തെ വാക്യത്തിൽ, എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ. 8-ാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുന്നുണ്ട് കേട്ടോ, 8-ലും 9-ലും, അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഐ വാസ് ഗിവൺ ദിസ് ഗ്രേസ്.
AGIFNAയുടെ ഈസ്റ്റേൺ റീജിയന്റെ ഒന്നാമത്തെ ദിവസ കോൺഫറൻസിൽ ദൈവത്തിന് ചിലത് കയ്യിലോട്ട് ഏൽപ്പിക്കാനുണ്ട്. എന്ത് നോക്കിയാ ഏൽപ്പിക്കുന്നതെന്നറിയാമോ? വിദ്യാഭ്യാസ യോഗ്യത നോക്കിയല്ല ഇത് തരുന്നത്. എത്ര വർഷമായി വേർപെട്ട സമൂഹത്തിൽ വന്നിരിക്കുന്നു എന്നത് നോക്കിയല്ല ഇത് ചെയ്യുന്നത്. വർണ്ണ വിവേചനമില്ലാത്ത, യാതൊരു വിധത്തിലുമുള്ള വിവേചനമില്ലാത്ത, ഫേവറിറ്റിസം ഇല്ലാത്ത സാക്ഷാൽ ദൈവം ഈ കോൺഫറൻസിന്റെ ഒന്നാമത്തെ രാത്രിയിൽ ഈ പാൻഡമിക്കിനാൽ ലോകം വിറച്ചിരിക്കുമ്പോൾ, വിശ്വാസി സമൂഹം തന്നെ ആശങ്കയിലായിരിക്കുമ്പോൾ, ഇതാ ഒരു വെളിപ്പാട് ദൈവം കയ്യിലോട്ട് തരട്ടെ. ഒരു മനുഷ്യന് കയ്യിൽ തരാനൊക്കാത്തത് ഹൃദയത്തിന്റെ ഉൾക്കാഴ്ചകളെ തുറന്നു കാണിക്കുന്ന ഒരു വെളിപ്പാട്. ആ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇതൊരു മർമ്മമാ. ഇത് പൂർവകാലങ്ങളിൽ മറഞ്ഞു കിടന്നതാ. പക്ഷേ പൗലോസ് ആവർത്തിച്ച് പറയുക, ഇറ്റ് വാസ് ഗിവൺ ടു മീ, ദാറ്റ് ഈസ് ഹൗ ഐ ആം ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഈ വെളിപ്പാടെന്നൊക്കെ പറഞ്ഞാലേ, ഈ മർമ്മവും ഈ വെളിപ്പാടെന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പോലത്തെ വെളിപ്പാട് പരിപാടിയൊന്നും അല്ലിത്. നമ്മൾ ഇന്ന്, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, കർത്താവേ എനിക്ക് വെളിപ്പാടിന്റെ ശുശ്രൂഷകളെ തരണമേ, എനിക്ക് പ്രവചനത്തിന്റെ ശുശ്രൂഷയെ തരണമേ. പലപ്പോഴും സംഭവിക്കുന്നത്, ഈ വെളിപ്പാടോ പ്രവചനമോ ആ ഗിഫ്റ്റിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ വെളിപ്പാട് കൊണ്ട് എനിക്ക് ദൈവം വെളിപ്പെടുത്തി കിട്ടി. അവസാനം എന്താ റിസൾട്ട് എന്നറിയാമോ? 5 വർഷം ഈ വെളിപ്പാട് കൊണ്ട് പോകുമ്പോ, 5 വർഷം ഈ ഗിഫ്റ്റിങ് കൊണ്ട്, കയ്യിൽ നിന്ന് കിട്ടിയതല്ല, ഇങ്ങോട്ട് വെച്ച് നീക്കി വാങ്ങിച്ചതല്ല, തന്നത് ഈ ഗിഫ്റ്റ് കൊണ്ട്. ലോകത്തിൽ ഒരു ജോലി ചെയ്തായിരുന്നെങ്കിൽ എന്തോ സമ്പാദിച്ചേനേം അതിനെക്കാട്ടിൽ 10 മടങ്ങ് 20 മടങ്ങ് ഈ ദർശന നിമിത്തം പണക്കൊഴുപ്പിൽ പെരുകി അതിൽ പുകഴുന്ന ഒരു നല്ല സമൂഹം നമ്മുടെ ചുറ്റിനുമുണ്ട്. പൗലോസിനെ ഈ വെളിപ്പാട് എവിടാ കൊണ്ടുപോയെന്നറിയാം? ദിസ് ഇസ് എ വെരി കോസ്റ്റ്ലി അഫെയർ. ഇത് ഞാൻ പറയുമ്പോ ഇത് മർമ്മം, ഇത് വെളിപ്പെട്ട് കിട്ടും. AGIFNAയുടെ ഒന്നാമത്തെ ദിവസം ആ മർമ്മം കയ്യിലോട്ടൊന്ന് തരട്ടെ ദൈവം എന്ന് പറയുമ്പോ, ഈ മർമ്മം, ഈ വെളിപ്പാട്, ഈ ശുശ്രൂഷ, ഈ കൃപ എന്ന് പറഞ്ഞാൽ ഒരുവനെ എവിടെ കൊണ്ടുപോകുന്നതാണെന്നറിയാമോ? ലോകപ്രകാരം വലിയൊരു മാന്യതയിലേക്ക് കൊണ്ടുപോകുന്നതല്ല ഈ വെളിപ്പാട്. വെളിപ്പാടിൽ ശുശ്രൂഷിച്ച യേശു മത്തായിയുടെ സുവിശേഷം പറഞ്ഞതുപോലെ ഇതൊന്നും അതിശയിക്കേണ്ട കാര്യമില്ല. വെളിപ്പാടുണ്ടായിരുന്നവർ പഴയ നിയമത്തിലും, നാവിൽ ദൂതുണ്ടായിരുന്നവർ, മറ്റുള്ളവർക്ക് കാണാൻ ഒക്കാത്തത് കണ്ടവർ, അവരെല്ലാം ഉപദ്രവിക്കപ്പെട്ടതുപോലെ, യേശുവും ഉപദ്രവിക്കപ്പെട്ടതുപോലെ. പൗലോസ് ഇപ്പൊ എവിടാന്നറിയാമോ? 3-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. ഈ വെളിപ്പാട് എവിടെ കൊണ്ട് എന്നറിയാമോ? അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു 2 വാക്ക് അവിടെ ഒന്ന് ആഡ് ചെയ്താൽ ഇങ്ങനെയാ, അതിൻ്റെ ഒരു വേർഷൻ പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഇങ്ങനെയാ: അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി എന്നതിന് പകരം, അതുകൊണ്ട് പൗലോസ് എന്ന ഞാൻ വെളിപ്പാടിനു വേണ്ടി. വെളിപ്പാടില്ലെങ്കിൽ ഈ ജാതികൾക്ക് വേണ്ടി എന്ന് പറയാനൊക്കത്തില്ല. വെളിപ്പാടിനു വേണ്ടി ക്രിസ്തുവേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. ക്രിസ്തുവേശുവിന് വേണ്ടി ബദ്ധനായിരിക്കുന്നു എന്നല്ല. 4-ാം അധ്യായം 1-ൽ അങ്ങനെയാ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തുവേശുവിന്റെ ബദ്ധൻ, ക്രിസ്തുവേശുവിന് വേണ്ടി റോമ കാരാഗ്രഹത്തിൽ കിടക്കുന്നു എന്നല്ല. അങ്ങനെ പുറം ലോകം കണ്ടപ്പോൾ ആത്മീകർ ആയവർ ചിന്തിച്ച് അങ്ങനെ ആയിരിക്കാം, യേശു ക്രിസ്തുവിന് വേണ്ടി ഇതാ ബദ്ധനായി കിടക്കുന്നു. അനാത്മികർ നോക്കി പൗലോസിനെ പറഞ്ഞു കാണും, യേശു ക്രിസ്തുവിന് വേണ്ടിയൊന്നും അല്ല, ഇത് കൈസരുടെ ബദ്ധന, കൈസർ പിടിച്ചിട്ടിരിക്കുന്നയാളാണ്. ഹി ഈസ് എ പ്രിസണർ ഓഫ് സീസർ. അത്രേ അവർക്ക് കാണാനൊക്കത്തുള്ളൂ. എന്നാൽ പൗലോസ് അതിനപ്പുറം കണ്ടു. വെളിപ്പാടിൽ പൗലോസ് എഴുതുക, യേശു ക്രിസ്തു നിമിത്തം ഇവിടെ കിടക്കുന്നവനായി പോലുമല്ല, യേശു ക്രിസ്തുവിന്റെ ഒരു ബദ്ധനാണ് ഞാൻ. ഈ വിലങ്ങ് അപ്പോസ്തലപ്രവൃത്തി 9-ൽ ആ വെളിപ്പാടിനാൽ പിടിക്കപ്പെട്ടതാണ് എന്നെ ഇവിടെ കിടത്തിയതെങ്കിൽ, അവിടെ കൃപയാൽ ഞാൻ അതിനകത്തും കിടക്കുന്നു. മർമ്മം
വെളിപ്പാടിനാൽ മറനീക്കിക്കൊടുത്ത ആ വലിയ അനുഭവം. അതെന്താന്ന് ചോദിച്ചാൽ സഭയെക്കുറിച്ചുള്ളൊരു കാര്യമാണ്. പൗലോസ് എന്താ ചെയ്തതെന്നറിയാമോ? ഈ മർമ്മം കിട്ടിയത് കൊണ്ട്, കൃപ കിട്ടിയത് കൊണ്ട്, വെളിപ്പാട് കിട്ടിയത് കൊണ്ട് 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിലും 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിലുമുള്ള 2 പദങ്ങൾ എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി താല്പര്യമുണ്ട്. 3-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വെളിപ്പാടിനാൽ ഒരു മർമ്മം കിട്ടിയ പൗലോസ് പറയുക, ആ അപ്രമേയ ധനത്തെ കുറിച്ച്, ഈ മർമ്മത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച്, ഈ മർമ്മത്തിൽ അടങ്ങിയിരിക്കുന്ന വലിയ റിച്ചസിനെ കുറിച്ച് എന്തോ ചെയ്തെന്നറിയാമോ? പ്രസംഗിക്കുവാനും. ഹി പ്രീച്ച്ഡ് അബൌട്ട് ദ മിസ്റ്ററി. പ്രസംഗിക്കുക മാത്രമല്ല, 9-ാമത്തെ വാക്യത്തിൽ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി. ആ 2 പദങ്ങൾ ശ്രദ്ധിച്ചോ? പ്രസംഗം മാത്രമല്ല, പ്രദർശിപ്പിക്കാനൂടെ. പ്രിയ ദൈവമക്കളെ, ഈ കോൺഫറൻസിന്റെ 1-ാമത്തെ ദിവസം കർത്താവിന്റെ ഒരു ദാസൻ എന്ന നിലയിൽ ഈ വാക്യത്തിലൂടെ ഞാൻ ഓർപ്പിക്കാം, പ്രസംഗകരെ മാത്രമല്ല ഈ തലമുറകൾക്ക് ആവശ്യം. പ്രസംഗകർ ഒരുപാടുണ്ട്, പോയിന്റ് പറയാൻ അറിയാവുന്നവർ ധാരാളമുണ്ട്. എന്നാൽ പൗലോസിനെ പോലെ മർമ്മങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന, വെളിപ്പാടിനാൽ മറ നീക്കപ്പെട്ടവനായി പ്രസംഗിക്കുക മാത്രമല്ല, അത് പ്രദർശിപ്പിക്കുകയും കൂടെ. എന്ന് പറഞ്ഞാൽ his ministry was not just passing information, informative മാത്രമല്ല, it was demonstrative. പൗലോസിനെ നോക്കിയാൽ, പൗലോസ് പ്രസംഗം മാത്രമല്ല, അടുത്ത ജീവിതം നോക്കിയാൽ ആ മർമ്മം കാണാം. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. ആ മർമ്മം അറിയണമെങ്കിൽ അത് പവർ പോയിന്റിന്റെ ഡെഫിനിഷനിൽ മാത്രമല്ല. ദിസ് ഇസ് ദ മിസ്റ്ററി ഡെഫിനിഷൻ. ഫസ്റ്റ് സ്ലൈഡ്, സെക്കൻഡ് സ്ലൈഡ്. മിസ്റ്ററി വാസ് ഹിഡൻ ഇൻ ദ പാസ്റ്റ്, ഇറ്റ് ഈസ് നൗ റിവീൽഡ്. പവർ പോയിന്റ് മാത്രമല്ല, പൗലോസിന്റെ കൂടെ ഒരാഴ്ച ജീവിച്ചാൽ ആ മർമ്മം കണ്ടു 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 പ്രദർശിക്കപ്പെട്ടു. അങ്ങനല്ലേ ആ വാക്യം പറയുന്നത്? 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഒരു പ്രാവശ്യം കൂടെ. സകലവും സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ, പണ്ടേ ഉണ്ടായിരുന്ന പ്ലാന, മറഞ്ഞിരുന്ന പ്ലാന, അനാദികാലം മുതൽ മറഞ്ഞിരുന്ന കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. ഇവിടെ എനിക്ക് ഒരു പദം ഇവിടെ എടുത്തു കാണിക്കാൻ വേണ്ടി താല്പര്യമുണ്ട്. ഏത് പദമെന്ന് ചോദിച്ചാൽ, ആ 9-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു പദം, വ്യവസ്ഥ എന്ന് പറഞ്ഞൊരു പദം നിങ്ങൾ ആ 9-ാമത്തെ വാക്യത്തിൽ കണ്ടോ? മർമ്മത്തിന്റെ വ്യവസ്ഥ. വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ ആ ഒറിജിനൽ മൂലപദത്തിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, പൗലോസ് പറയുക, ഈ മർമ്മത്തിലൂടെ ഞാൻ വെളിപ്പെടുത്തുവാൻ പോകുന്നത്, മർമ്മത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ ലോകം എങ്ങോട്ടാ പോകുന്നതെന്ന് പോരാ, ദൈവത്തിന്റെ മനസ്സിലെ മാസ്റ്റർ പ്ലാൻ എന്താന്ന് ഈ മർമ്മത്തിന്റെ വ്യവസ്ഥയെ വെളിപ്പെടുത്തുവാൻ എന്ന് പറഞ്ഞാൽ, ടു മേക്ക് നോൺ ദ മാനേജ്മെന്റ് ഓഫ് ഗോഡ്സ് ഡ്രീം. ദൈവത്തിന്റെ സ്വപ്നത്തിന്റെ, ദൈവത്തിന്റെ വലിയ പ്ലാനിന്റെ ആ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ജീവിത ശൈലിയാണ് എൻ്റെ. എന്നെ കേൾക്കുന്ന വാത്സല്യ സമൂഹമേ, എല്ലാ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, പൗലോസ് പറയുക, എനിക്ക് കിട്ടിയ ഈ കൃപയിലൂടെ, എനിക്ക് ലഭിച്ച വെളിപ്പാടിലൂടെ ഞാൻ മർമ്മത്തിന്റെ വ്യവസ്ഥയെ പ്രകാശിപ്പിക്കുന്നെന്ന് പറഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ പ്ലാനിനെ വെളിപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വ്യവസ്ഥ എന്നുള്ള പദം 3-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ മാത്രമല്ല, 3:2 ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. 3:2 എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച്. 3:9 മർമ്മത്തിന്റെ വ്യവസ്ഥ. 3:2
കൃപയുടെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ കൃപയുടെ ഡിറക്ഷൻ എങ്ങോട്ടാ? കൃപ ഇപ്പോൾ ആരെയും കൂടെ ഈ സമൂഹത്തിൽ കയറ്റിയിട്ടുണ്ട്. ആ ദൈവത്തിന്റെ വലിയ പ്ലാൻ, കൃപയുടെ വ്യവസ്ഥയെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന പ്രഭാഷണം, അതുപോലുള്ള ജീവിതം. വ്യവസ്ഥ എന്നുള്ളത് ഒരു പ്രധാന പദമാണ് ഈ എഫേസ്യ ലേഖനത്തിൽ. ദൈവത്തിന്റെ പ്ലാനിനെ കാണിക്കുന്ന ഒരു പദമാണ് കൃപയുടെ വ്യവസ്ഥ, മർമ്മത്തിന്റെ വ്യവസ്ഥ. ഈ പദം വാസ്തവത്തിൽ ആദ്യമായി കാണുന്നത് ഇംഗ്ലീഷ് NIV ബൈബിൾ പോലുള്ള ബൈബിളിൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദമാണ് 3:2 3:9 നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദം 1-ാം അധ്യായം 10 ഉപയോഗിച്ചിട്ടില്ല ഇംഗ്ലീഷ് ബൈബിൾ. മലയാളം ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ട് വ്യവസ്ഥ എന്നുള്ള പദം. മൂലപദത്തിൽ ഈ 1-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ പദമാണ് 3:2 വ്യവസ്ഥ. അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പദമാ 1:10. അവിടെ തുടങ്ങിയതാണിത്. എന്താ 1:10 എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? നോക്കിക്കേ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈം. അതാണ് ലിറ്ററൽ ട്രാൻസ്ലേഷൻ. 1-ാം അധ്യായം 10-ാം വാക്യം NIV ബൈബിളിലൊക്കെ നമ്മൾ വായിക്കുന്നത് ടു പുട്ട് ഇൻടു എഫക്ട് when the times reach their fulfillment എന്ന് പറഞ്ഞാൽ സമയത്തിന്റെ പൂർണ്ണതയിൽ, ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന ഈ കാലഘട്ടമൊക്കെ കഴിഞ്ഞിട്ട് സമയത്തിന്റെ പൂർണ്ണതയിൽ ഈ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഫുൾനെസ് ഓഫ് ടൈം, ആ പൂർത്തീകരണത്തിൽ സംഭവിക്കാൻ പോകുന്നത് വെളിപ്പെടുത്തുന്ന ഒരവസ്ഥ. മലയാളം ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത് 1:10, കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട്. ആ പദങ്ങൾ കണ്ടോ? ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താ? പൗലോസ് പറയുക, എന്റെ ജീവിതത്തിലൂടെ ഞാൻ ഈ വെളിപ്പാടിനെ പറ്റി പ്രസംഗിക്കുന്നു, മാത്രമല്ല ഞാൻ അത് പ്രകാശിപ്പിക്കുന്നു. എന്ത് പ്രസംഗിക്കുന്നു? എന്ത് പ്രകാശിപ്പിക്കുന്നു? മർമ്മത്തെ. ഐ ആം ഡീലിംഗ് വിത്ത് മിസ്റ്ററി. ഇത് എവിടെ പഠിച്ചു? ഇത് വെളിപ്പാടിനാൽ കിട്ടി. ഈ വെളിപ്പാട് എവിടെ കൊണ്ടുപോയി? ഈ റെവലേഷൻ എവിടെ കൊണ്ടുപോയി? കാരാഗ്രഹത്തിൽ ബദ്ധനായി കിടക്കുക. എന്തിന്റെ വെളിപ്പാടാണിത്? ആ വെളിപ്പാടെന്നുള്ള പദത്തെ ബന്ധപ്പെടുത്തി കിടക്കുന്ന ഒരു പദമാണ്. ഇതൊരു വലിയ വ്യവസ്ഥ, മർമ്മത്തിന്റെ വ്യവസ്ഥ, കൃപയുടെ വ്യവസ്ഥ, കാലസമ്പൂർണതയിൽ വെളിപ്പെട്ടു വരുന്ന ഒരു വ്യവസ്ഥ. ഈ ലോകത്തിന്റെ ഗതി എങ്ങോട്ട് പോകുന്നു? ദൈവസഭയുടെ ഭാവി എന്തായി തീരും? ഇതെല്ലാം കാണിക്കുന്ന പ്രസംഗം, ഒരു ജീവിതശൈലി. പ്രിയ ദൈവമക്കളെ, ഈ അപ്പോസ്തലൻ വിളിക്കുന്നത് ആ വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത വാക്യത്തിലാ പറയുന്നത്, ദൈവസഭ ഞാൻ വെളിപ്പെടുത്തുന്നത് പോലെ നിങ്ങളും വെളിപ്പെടുത്തണം. ദൈവസഭയിലൂടെയും വെളിപ്പെടുത്തണമെന്ന്. അതല്ലേ ആ വാക്യം? നോക്കിക്കേ, 3-ാം അധ്യായം 8-9 പറയുക, ഞാൻ വെളിപ്പെടുത്തുന്നുണ്ടിത്. ഈ വെളിപ്പാടിന് വേണ്ടി എന്ത് വിലയും കൊടുക്കാൻ ഞാൻ തയ്യാറാ. ഞാൻ യേശുവിന്റെ ബദ്ധനായി കിടക്കുകയാ. പക്ഷേ ഇത് എന്നെ കൊണ്ട് മാത്രം ഒക്കത്തില്ല. ഇത് എന്നെ കൊണ്ട് മാത്രം ചെയ്യാൻ ഒക്കുന്ന ഒരു വ്യവസ്ഥയല്ല. ഐ മൈസെൽഫ് cannot make known all what God is doing in the world. എനിക്ക് മാത്രം ഇത് ചെയ്യാൻ ഒക്കത്തില്ല. AGIFNAയുടെ കോൺഫറൻസിൽ എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരെ, വിശ്വാസി സമൂഹമേ, നിങ്ങളുടെ കൂടിവരവിലൂടെ, നിങ്ങളിലൂടെ എന്നെ കേൾക്കുന്ന എല്ലാവരുമേ, മാധ്യമങ്ങളിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ എന്നെ കാണുന്നവരെ, പൗലോസ് ഒരു വലിയ കമ്മീഷൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നു. ഞാൻ ഈ വെളിപ്പാടിനെ കുറിച്ച് പ്രസംഗിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഇത് പ്രകാശിപ്പിക്കുന്നു. ഐ മേക്ക് ഇറ്റ് പ്ലെയിൻ. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുക 10, അങ്ങനെ ഇപ്പോൾ, എന്നിലൂടെ മാത്രമല്ല, ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ആ വാക്കുകൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ലോക്കൽ ചർച്ചിനെ കൊണ്ടുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താ? എന്തിനു വേണ്ടിയാ നമ്മൾ കൂടി വന്നിരിക്കുന്നത്? നമ്മൾ ഈ കോൺഫറൻസിൽ കൂടി വന്നിരിക്കുന്നത് അന്യോന്യം ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി, അന്യോന്യം തോളോട് തോള് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി, ദൈവവചനത്തിന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കുന്നതിന് വേണ്ടി. പക്ഷേ തിരിച്ച് നമ്മുടെ ലോക്കൽ ചർച്ചസിലേക്ക് പോകുമ്പോൾ
ദൈവസഭയിലൂടെ ദൈവത്തിന് ചെയ്യാനുള്ള ഉദ്ദേശം എന്താ? 3:10 പറയുന്നു, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സാധാരണഗതിയിൽ ആൾക്കാർ സഭയിൽ വരുന്ന എന്തിനെന്ന് ചോദിച്ചാൽ എന്തേലും ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയാ. പലരും സ്നാനപ്പെടുന്നത് ജോലി കിട്ടുവോ, സ്നാനപ്പെട്ട കെട്ടുപൊട്ടുവെന്ന് ആരാണ്ട് പറഞ്ഞു, എന്നാ മുങ്ങിയേക്കാം. എല്ലാ ഞായറാഴ്ചയും പോയി അറ്റൻഡ് ചെയ്താൽ ദൈവം നല്ല ജോലി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പോവാ. പലപ്പോഴും ഒരു കൺസ്യൂമറിസ്റ്റിക് മെന്റാലിറ്റി കൊണ്ടല്ലേ ആൾക്കാർ ചർച്ചിൽ പോകുന്നത് തന്നെ. പലരും സ്നാനപ്പെടുന്നത് തന്നെ ഇങ്ങോട്ട് കിട്ടാനല്ലേ. പലരുടെയും കാഴ്ചപ്പാടിലുള്ള ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയാം, ബിൽഡിംഗ് ആയിട്ടാ പലരും ചിന്തിച്ചിരിക്കുന്നത്. ദൈവസഭ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്. അതുകൊണ്ട് ബിൽഡിങ് മോടി കൂട്ടുമ്പോൾ, ബിൽഡിങ്ങിന് ഭംഗി കൂടുമ്പോ, ബിൽഡിങ്ങിന്റെ പെയിന്റ് മാറുമ്പോ അവർ പറയുന്ന സഭ നല്ല ഗംഭീരമായിട്ടുണ്ട്. സഭ അങ്ങനെ ഗംഭീരമാകത്തില്ല. അത് ജസ്റ്റ് ഒരു ഹോളാണ്, അത് ജസ്റ്റ് ഒരു മീറ്റിംഗ് പ്ലേസ് ആണ്. അപ്പോസ്തലപ്രവൃത്തിയിൽ സ്തെഫാനോസ് വിളിച്ചു പറഞ്ഞു, അത്യുന്നതനായ ദൈവം കൈപ്പണിയായതിൽ വാസം ചെയ്യുന്നില്ല. ബിൽഡിംഗ് എത്ര മോഡിഫൈ ചെയ്ത് എത്ര ബ്യൂട്ടിഫുൾ ആക്കിയാലും അതുവഴി അല്ല, ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറിൽ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്താൻ ഒക്കത്തില്ല. ചിലരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. മറ്റാർക്കും ഇല്ലാത്തൊരു സ്ട്രക്ചർ അങ്ങ് പണിഞ്ഞാൽ അതിലൂടെ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമല്ലോ, ദൈവത്തെ ഒന്ന് പ്രദർശിപ്പിച്ച് കളയാം. യോ, ഇല്ലില്ല, അങ്ങനെ ഒരു ഇടപാടേ ഇല്ല. സഭ എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് അല്ല. നല്ല കെട്ടിടമുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ കെട്ടിടമല്ല സഭ. സഭയുടെ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ കെട്ടിടം ഉണ്ടെങ്കിൽ സ്തോത്രം, കെട്ടിടം ഇല്ലെങ്കിൽ പോലും ഈ പറഞ്ഞ ഉദ്ദേശം പൂർത്തീകരിക്കാൻ കഴിയും. സഭ എന്നുള്ളത് കെട്ടിടമല്ല. ചിലർക്ക് സഭ എന്നുള്ളത് ഫ്രണ്ട്ഷിപ്പിനുള്ള സ്ഥലമാണ്, അന്യോന്യം പരിചയപ്പെടാനുള്ളൊരിടം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരാൾ പറയുന്നത് കേട്ട്, എത്ര നാളായി സഭയിൽ പോയിട്ട്, അങ്ങ് ബോറാകുന്നു, സഭയിൽ പോയാൽ എല്ലാവരും ഒന്ന് കാണാം. ഒരു സോഷ്യൽ ഗ്യാതറിംഗ്, സൗഹൃദത്തിന് വേണ്ടിയുള്ള വേദിയ പലർക്കും സഭ. സഭ എന്നുള്ളത് കെട്ടിടമല്ല, സഭ എന്നുള്ളത് സൗഹൃദത്തിന്റെ വേദി മാത്രമല്ല. മറ്റു പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, എങ്ങും പോണമെന്നില്ല, പിന്നെ കുഴിച്ചിടാൻ വേണ്ടി, കല്യാണം നടത്താൻ വേണ്ടി അതിനൊരിടം പോയി ടൈത്തും കൊടുത്ത് രജിസ്റ്ററിൽ പേരും ചേർത്ത് എന്തായാലും പറ്റിയാ നോയിക്കോളുമല്ലോ. ഹൗസ് വാമിങ്ങിന് വേണ്ടി, ഫ്യൂണറലിന് വേണ്ടി, വെഡിങ് നടത്താൻ വേണ്ടി മാത്രം ഒരു സോഷ്യൽ എൻറ്റിറ്റിയായി സഭയെ കാണുന്നതുണ്ട്. എന്താണ് പിന്നെ സഭ? വേറെ കുറച്ചാണ് സഹിക്കാനൊക്കാത്തത്. ചിലപ്പോഴൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, മറ്റു കുറെ ആൾക്കാരുടെ കൂടി ഇരുന്ന് ആരാധിക്കാൻ വയ്യാത്തത് കൊണ്ട്, മറ്റ് നമ്മൾ പറയുന്ന അഭിപ്രായം നടക്കാതെ വരുമ്പോ, മറ്റെല്ലാരോടും ഒരു ഈശാപൂഷ ആയി കഴിയുമ്പോൾ ഞങ്ങളങ്ങ് മാറുക, ഞങ്ങളുടെ വീട്ടിലങ്ങ് തുടങ്ങുക. ഇതൊന്നും സഭയെന്ന് പറഞ്ഞ് വിളിക്കാൻ പോലും ഒക്കത്തില്ല. ഒരാട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ വയ്യാതെ പിണങ്ങി പിരിഞ്ഞ് ആ സ്വന്തം അജണ്ട നിവർത്തിക്കുവാൻ വേണ്ടി ഒരു എംപ്ലോയി പോലെ എവിടെങ്കിലും അഡ്വർടൈസ്മെന്റ് ചെയ്ത്, പാസ്റ്റർ, there is a vacancy here for pastorship, എല്ലാം തിരക്കി വരുമ്പോഴാണ് അറിയുന്നത് ഈ 4 പേരുണ്ട്. എന്താ 4 പേരെന്ന് ചോദിച്ചാൽ, ആരോടും ഒരുമിച്ച് പോകാൻ തയ്യാറാകാത്ത 4 പേർ. ഇതിനെ പോറ്റിക്കൊണ്ട് നടത്താൻ വേണ്ടി ഒരാളെയും ആക്കി വെക്കുന്ന, ഇതൊന്നും സഭയായി തെറ്റിദ്ധരിക്ക പോലും ചെയ്യരുത്. സഭ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എൻ്റെ നിർവചനങ്ങൾ വിടുക, വാക്യത്തിലേക്ക് നോക്കുക. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനത്തെ പ്രദർശിപ്പിക്കുവാൻ പൗലോസ് ജീവിതത്തിൽ പ്രദർശിപ്പിച്ചതുപോലെ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചു കഴിഞ്ഞെന്ന്. കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അപ്പൊ ആ വാക്കൊന്ന് ശ്രദ്ധിക്കണം. 3:9 പൗലോസ് പറയുന്നു, എല്ലാവർക്കും പ്രകാശിപ്പിക്കുവാനുമായി, ഐ ആം മേക്കിംഗ് ഇറ്റ് നോൺ, ഞാൻ പ്രകാശിപ്പിക്കുന്നു എൻ്റെ ജീവിതത്തിലൂടെ.
അതിനോട് സമമായ ഒരു പദമല്ലേ 3:11 കാണുന്നത്? സഭ മുഖാന്തരം അറിവായി വരുന്നു. സഭ മുഖാന്തരം മറ്റുള്ളവരത് കാണുന്നു. എന്ത് കാണുന്നു? ദൈവത്തിന്റെ കൃപയുടെ വ്യവസ്ഥയെ. എന്ത് കാണുന്നു? ദൈവത്തിന്റെ മർമ്മത്തിന്റെ വ്യവസ്ഥയെ. എന്ത് കാണുന്നു? ദൈവത്തിന്റെ ഗ്രാൻഡ് പ്ലാനിനെ. ഈ ലോകത്തെ കുറിച്ച് ദൈവത്തിനുള്ള ഉന്നതമായ നിത്യത മുതൽ ഉണ്ടായിരുന്ന വലിയ പ്ലാനിനെ വെളിപ്പെടുത്തുന്ന ആ ബഹുവിധമായ ജ്ഞാനത്തെ പ്രദർശിപ്പിക്കുന്ന കൂട്ടമാ ദൈവത്തിന്റെ സഭ. അപ്പൊ ഇവിടെ നാച്ചുറലി ഒരു കാര്യം ഉണ്ടാകാം. എന്താ ഇങ്ങനൊക്കെ പറഞ്ഞാൽ? ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അത് യേശു ക്രിസ്തുവിൽ, അത് ഓൾറെഡി കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം. എന്താ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയം? എന്താ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിവർത്തിച്ച ഈ വലിയ ജ്ഞാനം? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എന്താണെന്നറിയാമോ? വേറെ എങ്ങും തപ്പി പോണ്ട. എഫേസ്യ ലേഖനം തന്നെ 2-ാമത്തെ അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യത്തിലുണ്ട്. യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച ഒരു വലിയ മർമ്മമുണ്ട്. യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച ഒരു വലിയ ജ്ഞാനമുണ്ട്. എന്താണെന്നറിയാമോ? 2:18 ഇപ്രകാരമാണ് പറയുന്നത്: അവൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ യേശു മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും. ആ വാക്കുകൾ ശ്രദ്ധിച്ചോ? എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഇന്നായിരിക്കുന്ന അവസ്ഥയിലല്ല പൗലോസ് എഫേസ്യ ലേഖനം എഴുതുന്നത്. പൗലോസ് പറയുന്നു ഇവിടെ 2 പക്ഷം. ഏതാ പക്ഷം എന്നറിയാമോ? യഹൂദർ, ജാതികൾ. ഒരു കൂട്ടർക്ക് തോന്നുക we are greater than others because we have Abraham as our father, we have Moses as our leader, we have Torah, we are possessing Torah. You people, you Gentiles. ജെന്റൈൽസിനെ കുറിച്ച് എന്താണെന്നറിയാം? അവർ കണക്കാക്കുന്നത് 2-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അവരെങ്ങനെയാ ഈ ജെന്റൈൽസിനെ കാണുന്നതെന്ന് ചോദിച്ചാൽ 2:11-12 വാക്യങ്ങളിൽ കാണുന്നു: അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശ ഇല്ലാത്തവരും. പൗലോസ് പറയാ യേശു ക്രിസ്തുവിൽ ഒരു വലിയ ജ്ഞാനം പൊട്ടിപ്പുറപ്പെട്ടു. യേശു ക്രിസ്തുവിൽ. അങ്ങനല്ലേ ആ 3:11 ഒന്നുകൂടെ: കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം. എന്താ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ചെന്നറിയാമോ? എന്താന്ന് ചോദിച്ചാൽ ഈ വിഘടിച്ചിരുന്ന യഹൂദൻ ഒരു വശത്തിരിക്കുന്നു, യവനൻ ഒരു വശത്തിരിക്കുന്നു. ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. 2:11-18 പറയുക യേശുവിൽ. 2:18 അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏക ആത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. ഇപ്പം മനസ്സിലായോ ദൈവത്തിന്റെ ജ്ഞാനം എന്താന്ന്? ഇപ്പോൾ മനസ്സിലായോ കൃപയുടെ വ്യവസ്ഥ എങ്ങോട്ടായി പോകുന്നതെന്ന്? ഇപ്പം മനസ്സിലായോ മർമ്മത്തിന്റെ വ്യവസ്ഥ എങ്ങോട്ടായി പോകുന്നതെന്ന് അറിയാമോ? എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ ദൈവസഭയെ വെച്ചിരിക്കുന്നത് മർമ്മത്തെ, ആ ദൈവത്തിന്റെ വലിയ ജ്ഞാനത്തെ വെളിപ്പെടുത്തുവാനെന്ന് പറഞ്ഞാൽ പഴയ ഉടമ്പടിയുടെ കീഴിൽ ന്യായപ്രമാണം 2ആയി ഹ്യൂമാനിറ്റിയെ തിരിച്ചു. ഇവർക്ക് ഒരിക്കലും ഒരുമിച്ച് വരാനൊക്കത്തില്ല. എന്നാൽ ഈ ബാരിയറിനെ, ഈ ചുവരുകളെ ഇടിച്ചെന്ന് അനാദി നിർണയപ്രകാരം യേശു ക്രിസ്തുവിൽ ക്രൂശിൽ എല്ലാ ബാരിയേഴ്സിനെയും ഇടിച്ചെന്ന് ഒരു ന്യൂ ഹ്യൂമാനിറ്റിയെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അതിന്റെ അസൽ അർത്ഥം അങ്ങ് പറയാം. ഇന്നെന്നെ കേൾക്കുന്ന നിങ്ങളുടെ സഭയിൽ, നിങ്ങളായിരിക്കുന്ന കൂടിവരവിൽ ഏക ആത്മാവോടെ ഏക ഹൃദയത്തോടെ ഒരുമിച്ച് കൂടി വരുമ്പോ ആ ഒരുമിച്ചുള്ള കൂടിവരവ് നമുക്കൊരു സന്തോഷം മാത്രമല്ല, ആ ഒരുമിച്ച് ഐക്യതയോടെ സ്തുതിക്കുമ്പോൾ പാടുമ്പോൾ നടക്കുന്ന ഒരു കാര്യം, അത് ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ഒരു ജ്ഞാനത്തെ പ്രദർശിപ്പിക്കുന്ന ഒരു കൂട്ടമാണ്. എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ വേറെ എവിടെ ചെന്നാലും ഉച്ചനീചത്വങ്ങൾ കാണും. ദൈവസഭകൾ ആദ്യം നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയാമോ?
അപ്പോസ്തലപ്രവൃത്തിയിൽ 6 എഴുതിയിട്ടുണ്ട്, എബ്രായ വിധവമാരും യവന വിധവമാരും തമ്മിൽ ചെറിയൊരു പ്രശ്നം. 1 കൊരിന്ത്യരിൽ പൗലോസ് എഴുതിയിരിക്കുന്നു, ലോർഡ് സപ്പറിനോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്നു, ധനവാന്മാരെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, പാവപ്പെട്ടവരെല്ലാം കൂടെ വേറൊരിടത്ത് ഭക്ഷണം കഴിക്കുന്നു, ഒരാൾ കഴിക്കുന്നു, മറ്റവർക്ക് കിട്ടുന്നില്ല. എന്താ പ്രശ്നം? ഒരിടത്ത് എത്നിസിറ്റി. അപ്പോസ്തലപ്രവൃത്തി 6 എത്നിസിറ്റി പ്രശ്നം. 1 കൊരിന്ത്യരിൽ വന്നപ്പോൾ സോഷ്യൽ സ്റ്റേറ്റസ്, റിച്ച് പുവർ പ്രശ്നം. യാക്കോബ് എഴുതിയപ്പോ പറയുക, യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറയുക, നിങ്ങളുടെ ഇടയിലേക്ക് ഒരു സമ്പന്നൻ കയറി വരുമ്പോ അവന്റെ വസ്ത്രം കണ്ടോണ്ട്, അവന്റെ മോതിരം കണ്ടോണ്ട് അച്ചായ ഇങ്ങോട്ടിരുന്നാട്ടെ എന്ന് പറയുകയും, വേറൊരു അധികം ധനമില്ലാത്തയാൾ, ജോലിക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഒരാൾ വരുമ്പോ ദാ അങ്ങോട്ടിരുന്നാട്ടെ, അത് പറയുമ്പോ എന്താ ചെയ്യുന്നതെന്നറിയാമോ? അത് പറയുമ്പോ ദൈവത്തിന്റെ ഈ വ്യവസ്ഥയ്ക്ക് ഘടക വിരോധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണത്. ദൈവം നമ്മളെ വിളിക്കുന്നു, നമ്മുടെ എല്ലാ കൂടിവരവുകളെ വിളിക്കുന്നു, എല്ലാ കർത്താവിന്റെ ദാസന്മാരെ വിളിക്കുന്നു. ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് ഘടകവിരുദ്ധമായി, അതിന്റെ ഹിൻഡ്രൻസ് ആയി നമുക്ക് മാറണ്ട. ഒരു ബദ്ധനെ പോലെ വിട്ടുകൊടുക്കേണ്ടത് വിട്ടുകൊടുത്ത് ദൈവത്തിന്റെ ജ്ഞാനത്തെ പ്രദർശിപ്പിക്കുന്ന, ഉച്ചനീചത്വങ്ങൾ ഇല്ലാത്ത, യാതൊരു വിവേചനവും ഇല്ലാത്ത ഏക ഹൃദയമാകുമാറ് ഒരേ ആത്മാവിൽ കൂടി വരുമ്പോൾ അത് ഈ ലോകത്തിനൊരു വലിയ അടയാളമാണ്. എന്താണെന്നറിയാമോ? ഈ സഭയെ ഒരുമിപ്പിച്ച ദൈവം ഈ ലോകത്തെ ഭാവിയിൽ ഇനി വരാൻ പോകുന്ന സമയത്ത് 1-10 ഭാഷയിൽ കാലസമ്പൂർണതയിൽ എല്ലാം യേശുവിന്റെ കാൽക്കൽ, ആ തലയുടെ കീഴിൽ, അധികാരത്തിന്റെ കീഴിൽ കൊണ്ടുവരും. അതിന്റെ ഇന്നത്തെ ഒരു സൈനാണ്. ഈ ലോകത്തെ ഭരിക്കാൻ വരുന്നയാൾ, ലോകത്തിൽ ദൈവം ഇല്ലാതെ നടക്കുന്നവർക്ക് ഇന്ന് ഒരു സൈൻ പോസ്റ്റേ അവർക്കുള്ളൂ. There is a God coming. There is a ruler coming. Everything will be under his headship. There will be perfect harmony. ഭയങ്കരമായ ഷാലോം, ഭയങ്കരമായ പീസ് കാണും ഈ ലോകത്തിൽ. അത് വെളിപ്പെടുത്തേണ്ടത് ആരാന്നറിയാമോ? അത് വെളിപ്പെടുത്തുവാൻ ഒരു ക്ലബിന് കഴിയത്തില്ല, അത് വെളിപ്പെടുത്തുവാൻ യാതൊരു സിസ്റ്റത്തിനും കഴിയത്തില്ല. ഏതൊരു സിസ്റ്റം ഉണ്ടാക്കിയാലും, ഏതൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയാലും, മനുഷ്യർ ഇരിക്കുന്നിടത്തോളം കാലം അവിടെ വരും, നീയാണോ വലുത്, ഞാനാണോ വലുത്, നിനക്കാണോ പൈസ കൂടുതൽ, ഞാനാണോ പൈസ കൂടുതൽ, നീയാണോ സീനിയർ, ഞാനാണോ ജൂനിയർ. ഇവിടെ വളരെ സങ്കടകരത്തോടെ ഞാനൊരു കാര്യം പറയാം. ദൈവസഭകളിൽ ഇത് കാണുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്, ആ ചോദ്യം പ്രസക്തമേ അല്ല. വളരെ കൂടുതലായി കാണുന്നു എന്നുള്ളതല്ലേ സത്യം. ഈ കഴിഞ്ഞ ദിവസം ഒരാള് പറയുന്ന കേട്ടു, പറഞ്ഞപ്പോ പറയുന്നതാ, നമ്മൾ അങ്ങനെ ഒരു ക്ലോസൂഡ് അങ്ങ് ചേർത്തു. എന്തിനാ ചേർത്തെന്ന് അറിയാമോ? വേറെ ആരും ലീഡർഷിപ്പ് വരരുത്, നമ്മൾ അതുകൂടെ അങ്ങ് എഴുതിയിരിക്കുക അതിനകത്ത്. ഇത് ചെയ്യുമ്പോ എന്താണെന്നറിയാമോ തോന്നുന്നത്? ഒരാളെ മാറ്റി നിർത്തുമ്പോ, ഒരു സമൂഹത്തെ മാറ്റി നിർത്തുമ്പോ, കുറച്ചാളുകളെ തിരസ്കരിച്ച് കാണിക്കുമ്പോ, ഒരു എലീറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കുമ്പോ, ദൈവസഭയ്ക്കകത്ത് സമ്പന്നതരായി നിൽക്കുന്നവർ, ഉന്നതരായി നിൽക്കുന്നവരെല്ലാം കൂടെ കൂടി ഒരു ഫാക്ഷൻ ഉണ്ടാക്കുമ്പോ തോന്നുന്നത് ഞങ്ങൾ മിടുക്കരാണെന്നാ തോന്നുന്നത്. പൗലോസ് പറയുന്നത് വെളിപ്പാടില്ലാത്തത് കൊണ്ടാ, കയ്യിലൊന്നും ഭരമേൽപ്പിക്കാത്തത് കൊണ്ടാ ഇങ്ങനെ കാണിക്കുന്നത്. പൗലോസ് പറയുക, ഇത് നിമിത്തമാ. ഞാൻ എൻ്റെ ഭാവന കാണുക കേട്ടോ. ഗലാത്യ ലേഖനം 2 പൗലോസ് 14 മുതലുള്ള വാക്യങ്ങൾ എന്താ എഴുതിയിരിക്കുന്നതെന്ന് അറിയാം. പൗലോസ് പറയുക, ഗലാത്യ ലേഖനം 2:14 മുതൽ പൗലോസ് പറയുക, കേഫാവിനോട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു, ഐ ഒപ്പോസ്ഡ് ഹിം ടു ദ ഫേസ്. പീറ്ററിനെ എന്തിനാ താക്കീത് ചെയ്ത് എല്ലാവരുടെയും മുമ്പിൽ ഒപ്പോസ് ചെയ്ത് എന്താണെന്നറിയാമോ? പീറ്റർ, യു ആർ നോട്ട് ഇൻ ലൈൻ വിത്ത് ദ ട്രൂത്ത് ഓഫ് ദ ഗോസ്പൽ. പത്രോസ് എന്താ ചെയ്തതെന്നറിയാമോ? പത്രോസ് ചെയ്തത് ഇത്രയുമേ ഉള്ളൂ. ജാതികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. പക്ഷേ യെരുശലേമിൽ നിന്ന് കുറച്ച് പേര് വരുന്നു എന്ന് കേട്ടപ്പോൾ പതുക്കെ പുറമോട്ട് അങ്ങ് മാറി. അങ്ങനെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും മാറാറുണ്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് ചേർന്നതല്ല. അത് ഏത് ഒരേ സഭയിൽ വരുന്നതല്ലേ, ഒരേ ആത്മാവിനെ പാനം ചെയ്യുന്നവരല്ലേ, ഈ നടുർച്ചുവരെല്ലാം ഇടിച്ചെന്നല്ലേ 2:18 കാണുന്നത്. ദൈവത്തിന് ദൈവസഭയെ ഈ ലോകത്തിന്റെ മുമ്പിൽ ഒരു ഷോക്കേസായി കാണിക്കണം. ഇവിടെ യാതൊരു വിവേചനവും പാടില്ല. അതാണ് ഇവിടെ പറയുന്ന ഈ വലിയ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ്.
ലോകം മുഴുവൻ എവിടെ നോക്കിയാലും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ബിസിനസ് ഫേമിൽ, യു വിൽ സീ ഡിവിഷൻ. ഇഫ് യു ആർ സീയിങ് ഡിവിഷൻ ഇൻ ദ ചർച്ച് ഓൾസോ, then it is an unbecoming of the body of Christ. അതല്ല ദൈവത്തിന് ചർച്ചിനെ കൊണ്ടുള്ള ഉദ്ദേശം. ചർച്ചിനെ കൊണ്ടുള്ള ഉദ്ദേശം പ്രസംഗിക്കുക മാത്രമല്ല, പ്രദർശിപ്പിച്ചൊന്ന് കാണിച്ചു കൊടുക്കുക. എന്തോ കാണിച്ചു കൊടുക്കണം? യേശു ക്രിസ്തുവിൽ ഒരു കാര്യം നടന്നു. എന്ത് നടന്നെന്നറിയാമോ? ആ ക്രൂശിൽ എന്ത് നടന്നെന്നറിയാമോ? എല്ലാ ചുവരുകളും ഇടിഞ്ഞു, ഒരു ന്യൂ ഹ്യൂമാനിറ്റി ഉണ്ടായി. യാതൊരു വ്യത്യാസവും വേർതിരിവും ഇല്ലാത്ത ഒരു പുതിയ കമ്മ്യൂണിറ്റി ഓഫ് ഫെയ്ത്ത്. അതാണ് ഇവിടെ പൗലോസ് പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ സഭയിലൂടെ ഐക്യത കാണുക എന്ന് പറയുമ്പോൾ 4-ാമത്തെ അധ്യായത്തിന്റെ ഒരു വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കിക്കേ, ചാപ്റ്റർ 4 and verse 2, 4-ാമത്തെ അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഈ ജ്ഞാനത്തെ, ദൈവത്തിന്റെ ഏകീഭവിപ്പിക്കുന്ന ജ്ഞാനത്തെ വെളിപ്പെടുത്തുവാൻ പൗലോസ് 4-ാം അധ്യായം 2-ാമത്തെ വാക്യം മുതൽ പറയുന്നു, പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും. ഇതൊക്കെ എന്തിനാ വേണ്ടിയെന്നറിയാമോ? ഇതൊക്കെ ആർക്കാ വേണ്ടിയെന്നറിയാമോ? സഭയ്ക്കകത്തുള്ളവർക്ക് വിനയം വേണമെന്ന്. നിങ്ങളുമുണ്ടെങ്കിൽ ഭിന്നത ഉണ്ടാകും. എനിക്ക് വെളിപ്പാടിനെ കാണിക്കാൻ ഒക്കത്തില്ല, ദൈവത്തിന്റെ മർമ്മത്തിന്റെ വ്യവസ്ഥയെ വെളിപ്പെടുത്താൻ ഒക്കാത്തതുകൊണ്ട് പറയുക, പൂർണ്ണ വിനയത്തോടെ സൗമ്യതയോടെ ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും. പുറത്തില്ല എന്തോ പറ്റും? പുറത്തില്ല എന്തോ ചെയ്യും? ചില ചോദിക്കുന്ന അതാ, ഞാനും ദൈവമായിട്ട് തീർത്തോളാം, ഞാൻ ക്ഷമ ചോദിക്കാൻ തയ്യാറല്ല, എൻ്റെ കുഴപ്പമല്ലത്, അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണത്. അയ്യോ, വെളിപ്പാടുണ്ടോ? വെളിപ്പാടുണ്ടെങ്കിൽ പറയുന്നത്, സഹോദര, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചതായിരിക്കാം, പ്ലീസ് ഫോർഗിവ്. യേശു ഇതല്ലേ പറഞ്ഞത്? ആ യാഗം കഴിക്കുവാൻ വേണ്ടി പോകുമ്പോൾ നിനക്കുണ്ടെന്നല്ല, ഒരുവന് നിന്നോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായാൽ അങ്ങോട്ട് ചെന്ന് അങ്ങ് രമ്യപ്പെട്ടോണം, അങ്ങോട്ട് ചെന്ന് റെക്കൺസിലിയേഷൻ ചെയ്തോണം. അല്ലെങ്കിൽ എല്ലാവരോടും കൂടിയിരുന്ന് എൻ്റെ ദൈവത്താൽ എന്ന് പറയുമ്പോൾ അവിടെ പൂർണ്ണ അർത്ഥത്തിൽ അതിൻ്റെ പ്രകാശനം ലോകം കാണത്തില്ല. എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടുമെന്ന് പറയുമ്പോൾ അത് ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടണമെങ്കിൽ, ആ ചർച്ച ഒരു ഷോക്കേസായി മാറണമെങ്കിൽ അവിടെ ലാംഗ്വേജ് ബാരിയർ കാണരുത്, അവിടെ ഇന്ന കമ്മ്യൂണിറ്റി എന്നുള്ള വേർതിരിവ് കാണരുത്, അവിടെ യാതൊരു വിധത്തിലും സൗമ്യതയില്ലാതുള്ള ഫാക്ഷൻസ് അവിടെ കാണല്ല. 4-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ആത്മാവിൻ്റെ ഐക്യത, ശ്രദ്ധിക്കണമേ, ആത്മാവിൻ്റെ ഐക്യത, ഇത് ക്രൂശിൽ കിട്ടിയ ഐക്യതയാണ്. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ. അപ്പൊ ദൈവസഭയുടെ ഉത്തരവാദിത്വം എന്താ? ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന പദം മേക്ക് എവറി എഫേർട്ട് ടു കീപ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ പറഞ്ഞിരിക്കുന്നത് കാക്കുക, കീപ് ഇറ്റ്. ഡോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഒന്നുകൂടെ ഞാൻ മലയാളത്തിൽ അത് വായിക്കുന്നു. ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ ഉണ്ടാക്കുക എന്നല്ല. പലയിടത്തും ശ്രമിക്കുന്നത് ഉണ്ടാക്കാനാ. ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാലും പുള്ളി വരുന്ന സമയത്ത് അങ്ങ് മിണ്ടാതിരുന്നോണേ, അല്ലെ പുള്ളിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അതാ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പുള്ളി എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും എതിര് പറയരുതേ, അത് അച്ഛനെ നമ്മൾ മനസ്സിലാക്കണം, പുള്ളി അങ്ങനെയാ. ഇതൊന്നും അല്ല ഇത് ഇവിടെ പറയുന്നത്. ഉണ്ടാക്കണ്ട, അഡ്ജസ്റ്റ്മെന്റിൽ ഉണ്ടാക്കണ്ട, കാത്താൽ മതി. മേക്ക് എവറി എഫേർട്ട് ടു കീപ് ദ യൂണിറ്റി എന്ന് പറഞ്ഞാൽ ക്രൂശിലെല്ലാം ഇടിച്ചിരുന്നു. ആ ക്രൂശിൽ ഇടിയപ്പെട്ട ഈഗോ, ക്രൂശിൽ ഇടിയപ്പെട്ട പ്രജുഡിസുകൾ, അത് കാക്കേണ്ട സ്ഥലമാണ് ദൈവസഭ. അല്ല, ദൈവസഭ എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകേണ്ടതല്ല. അവശബ്ദം വരുമ്പോൾ കേട്ടില്ലെന്ന് പറഞ്ഞിരുന്ന് എല്ലാം ഓക്കെയാ എന്ന് പറയേണ്ടതല്ല. ഈ കോൺഫറൻസിന്റെ 1-ാമത്തെ ദിവസം അറിയാതെ പോലും ദൈവസഭയിൽ ആരോടെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ ഒരു ഇടർച്ചയുമായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ദ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈ കോൺഫറൻസിൽ നടക്കേണ്ടത്, ലെറ്റ് ദെയർ ബി റെക്കൺസിലിയേഷൻ, ലെറ്റ് ദെയർ ബി യൂണിറ്റി, ലെറ്റ് ദെയർ ബി ആൻ എഫേർട്ട് ടു കീപ് ദ യൂണിറ്റി ഇൻ ദ സ്പിരിറ്റ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം,
മർമ്മത്തിൻ്റെ വ്യവസ്ഥ, കൃപയുടെ വ്യവസ്ഥ, ആ കാലസമ്പൂർണതയിൽ നടക്കാൻ പോകുന്നതിൻ്റെ ഇന്നത്തെ സൈനായ സഭ, ഈ ലോകത്തിൽ ഒരിക്കൽ ഹാർമണി കൊണ്ടുവരുന്ന ദൈവം, യാതൊരു ഡിവിഷനും കാണാതെ എല്ലാം യേശുവിൻ്റെ തലയുടെ കീഴിൽ കൊണ്ടുവരുന്ന ദൈവം ഇന്ന് ദൈവസഭയിലൂടെ ഈ ജ്ഞാനം പ്രദർശിപ്പിക്കുവാൻ തയ്യാറായി നിൽക്കുന്നു. പ്രിയ ദൈവമക്കളെ, ദൈവസഭയിൽ പ്രദർശിപ്പിക്കപ്പെടുമ്പോഴെന്ന് പറയുമ്പോൾ ഈ ദൈവസഭയുടെ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ് എവിടെയാണെന്നറിയാം? ഇപ്പൊ വാസ്തവത്തിൽ ഈ പാൻഡമിക്കിന്റെ സമയത്ത് ആ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ ചർച്ചിൽ ഒത്തിരി ഫോക്കസ് കിട്ടിക്കൊണ്ടിരിക്കുക. കാരണം ചർച്ചായി കൂടുന്നില്ലല്ലോ, 80 പേര് 100 പേര് ഒരുമിച്ച് വരുന്നില്ലല്ലോ. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ദ ചർച്ച്, കുറച്ചുകൂടെ പറഞ്ഞാൽ ദ സ്മോളസ്റ്റ് യൂണിറ്റ് വിച്ച് ഇസ് മെന്റ് ടു ഡിസ്പ്ലേ ദ മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗോഡ് ടു ദ വേൾഡ്. അതേതാണെന്നറിയാമോ? ദ സ്മോളസ്റ്റ് യൂണിറ്റ്. ഞായറാഴ്ച 10 മണിക്ക് തുടങ്ങുന്ന ആരാധനയിലല്ല സ്മോളസ്റ്റ് യൂണിറ്റ്, സൺഡേ സ്കൂളിലുമല്ല ആ മാനിഫോൾഡ് വിസ്ഡം ലോകം കാണേണ്ടത്. എവിടെയും ചോദിച്ചാൽ 5-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം മുതൽ എഴുതിയിരിക്കുന്നു. 3 ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 5:22 എന്താണെന്നറിയാമോ? പറഞ്ഞു തുടങ്ങുന്നത് 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. ബഹുവിധമായ ജ്ഞാനം നിങ്ങളുടെ കുടുംബത്തിലൂടെ നിങ്ങൾ വെളിപ്പെടുത്തണം. ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം എങ്ങനെ വെളിപ്പെടുത്താം? നമ്മളായിരിക്കുന്ന ഈ കാലത്ത് വിദ്യാഭ്യാസം കൂടി, പണം ഒത്തിരി കൂടി, ആർക്കും കീഴ്പ്പെടാൻ താല്പര്യമില്ല, സബ്മിഷൻ താല്പര്യമില്ല, ആർക്കും പോകട്ടെ എന്ന് പറയാൻ താല്പര്യമില്ല, സൗമ്യതയില്ല, ദീർഘക്ഷമയില്ല. കാരണം ഐ ക്യാൻ ഏൺ മൈ ലിവിങ്, വൈ ഐ നീഡ് ടു ഡു വാട്ട് യു സേ? ഇതല്ലേ ചോദ്യം? എവിടത്തെ ചോദ്യം? ഈ മാനിഫോൾഡ് വിസ്ഡം കാണിക്കാൻ, പ്രദർശിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരുടെ കുടുംബജീവിതം തകരുന്നു. ദൈവസഭയിൽ വന്ന് ഒരു ഗാനത്തിന്റെ അവസാനം കൈയടിച്ച് പാടുമ്പോൾ മാത്രമല്ല ഇത് പ്രദർശിപ്പിക്കപ്പെടുന്നത്. പലപ്പോഴും അതല്ല പ്രദർശനമായി കാണേണ്ടത്. നമ്മുടെ ഫാമിലി ലൈഫിൽ ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്ന, പൗലോസ് പറയുന്ന പോലെ, ഞാൻ പ്രസംഗിക്കുക മാത്രമല്ല, ഞാൻ പ്രദർശിപ്പിക്കുകയും കൂടിയാ. നിങ്ങൾ അതിന് തയ്യാറാകുമോ എന്ന് പറഞ്ഞാൽ, വേദ പണ്ഡിതനായ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത്, ഈ 3 ഗ്രൂപ്പിലും ആദ്യം പറഞ്ഞിരിക്കുന്ന പാർട്ടി എന്ന് പറഞ്ഞാൽ വീക്ക് പാർട്ടിയാ. ഏതാ 3 ഗ്രൂപ്പ്? 1 ഹസ്ബൻഡ് ആൻഡ് വൈഫ്, 2 ചിൽഡ്രൻ ആൻഡ് പേരൻസ്, 3 സ്ലേവ്സ് ആൻഡ് മാസ്റ്റേഴ്സ്. ഇതിന്റെ വീക്കർ പാർട്ടി ഏതാണെന്നറിയാമോ? ഈ 3 ഗ്രൂപ്പിലെയും വീക്കർ പാർട്ടി. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞാൽ അതിൽ വീക്കർ പാർട്ടിയായി ഫസ്റ്റ് സെഞ്ചുറിയിൽ എല്ലാവരും കണക്കാക്കിയിരുന്നത് വൈഫ്സ്. 5:22 കേൾക്കുമ്പോൾ, പൗലോസ് ഈ ലേഖനം എഴുതുമ്പോൾ 5:22 വായിക്കുമ്പോൾ ആരും അതിശയപ്പെടാൻ പോകുന്നില്ല. കാരണം അത് 1-ാം നൂറ്റാണ്ടിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വൈഫ്സ് സബ്മിറ്റ് യുവർസെൽഫ് ടു യുവർ ഓൺ ഹസ്ബൻഡ്സ് എന്ന് പറഞ്ഞാൽ എഫെസസിലുള്ള ദൈവമക്കളെ തലപൊക്കി നോക്കുകയല്ല, യോ ഇതെന്തോ പറഞ്ഞത്, വി ആർ നോട്ട് ലിവിങ് ലൈക്ക് ദാറ്റ്, ദിസ് ഇസ് എ ന്യൂ കമാൻഡ്, ഇറ്റ് ലുക്സ് ലൈക്ക്, ഒന്നും പറയത്തില്ല. കാരണം അവരുടെ നെയ്ബേഴ്സും അങ്ങനെയാണല്ലോ, ഫസ്റ്റ് സെഞ്ചുറിയിലെ എല്ലാ വിമൻ ഫോക്സും അങ്ങനെയാണല്ലോ. വൈഫ് സബ്മിറ്റ് എന്ന് പറയുന്നത് ഷോക്കിംഗ് അല്ല. എന്താ ഷോക്കിംഗ് എന്നറിയാമോ? ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം വെളിപ്പെടുത്തേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? 5-ാം അധ്യായം 25 നോക്കണം, എല്ലാവരും നോക്കണം. 5-ാം അധ്യായം 25 ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്. വൈഫ്സ് സബ്മിറ്റ് എന്നുള്ളത് ഷോക്കിംഗ് അല്ല. പക്ഷെ ഷോക്കിംഗ് എന്താണെന്നറിയാമോ? 5:25 ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഭർത്താക്കന്മാരെ. അപ്പൊ എന്റെ ഭാവന ഞാൻ കാണുക, എഫെസസിലുള്ള എല്ലാ ഭർത്താക്കന്മാരും വൈഫ്സ് സബ്മിറ്റ്, അതെ നമ്മൾ ഉദ്ദേശിച്ച പോലെ പറഞ്ഞു. അടുത്തത് ഇനിയും പറയാൻ വരുന്നത് ഹസ്ബൻഡ്സ് റൂൾ, അതാ പ്രതീക്ഷിക്കുന്നത്. ഹസ്ബൻഡ്സ് റൂൾ, ഭർത്താക്കന്മാരെ ഭരിച്ചോണം അല്ല. അവിടാണ് there you have God's manifold wisdom. വേറൊരു കാഴ്ചപ്പാട്, അവരിതുവരെ പരിചയിച്ചിട്ടില്ലാത്തൊരു കുടുംബജീവിതം. ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കേ,
ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവീൻ. എനിക്ക് ഭാവന കാണാനേ ഒക്കത്തുള്ളൂ. ഐ വാണ്ട് യു ടു ഇമാജിൻ വിത്ത് മീ. ആ എഫെസസിലുള്ള സഭയിൽ ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവീൻ. എല്ലാ ഭാര്യമാരും ശാന്തരായിരിക്കുക. വി നോ the culture has taught us. We were like that all this while. ഈ 5:25 പറയുമ്പോൾ ഉണ്ടല്ലോ, 5:25 ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവീൻ എന്നല്ല, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അത് വല്ല പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണോ? അതെന്താണ്? ഹൗ ക്യാൻ വി ഡു ദാറ്റ്? വി ആർ നെവർ ടോട്ട് ലൈക്ക് ദാറ്റ്. അതാ അവിടുത്തെ റെസ്പോൺസ് ഉണ്ടാകാൻ പോകുന്നത്. ഈ 3 ഗ്രൂപ്പിലും അടുത്ത ഗ്രൂപ്പ് എന്താണെന്നറിയാമോ? ചിൽഡ്രൻ പേരൻസ്. ചിൽഡ്രനോട് പറയുന്നത് എന്താണെന്നറിയാമോ? പലപ്പോഴും നമ്മൾ അതേ വായിക്കാറുള്ളതാണ് സത്യം. ഈ വീക്കർ പാർട്ടിയോടുള്ളതാണ് നമ്മൾ വായിച്ച് ഭയങ്കര ശക്തി ഏറ്റെടുക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഫോക്കസ് ഇരിക്കുന്ന സെക്കൻഡ് പാർട്ടിയില. ആദ്യത്തെ ഗ്രൂപ്പിൽ ഹസ്ബൻഡ്സ് ലവ് യുവർ വൈഫ്, ഷോക്ക്ഡ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ചിൽഡ്രൻസിനോട് പറയുന്നത്, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുവീൻ. ആ എഫെസസിലുള്ള എല്ലാ ചിൽഡ്രനും എല്ലാ മക്കളും എന്തോ പറയുമെന്ന് അറിയാമോ? യെസ് യെസ് യെസ്, വി നോ ദാറ്റ്. ജെയ്സൺ ഓൾസോ ഈസ് ഡൂയിങ് ദാറ്റ്. യേശുവിനെ അറിയാത്തവനും അപ്പുറത്തെ വീട്ടിൽ അത് ചെയ്യുന്നുണ്ട്. ഇങ്ങേ സൈഡിൽ ജാക്സൺ ഓൾസോ ഈസ് ഡൂയിങ് ദാറ്റ്. വി ആർ ഓൾസോ സപ്പോസ് ടു ഡു ദാറ്റ് ആൻഡ് വി ഹാവ് ഹോളി സ്പിരിറ്റ് ടു ഹെൽപ്പ് us ടു ഡു ദാറ്റ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക. ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ്. They are also doing that. We are also supposed to do that. We have the Holy Spirit. 5:18 ആത്മനിറവിന്റെ ഫലമായതെല്ലാം. അപ്പൊ ചിൽഡ്രന് സന്തോഷമായി, യെസ് വി വിൽ ഡു ദാറ്റ്. പക്ഷേ ട്വിസ്റ്റ് ഇരിക്കുന്ന എവിടാന്നറിയാമോ? സെക്കൻഡ് പാർട്ടിയോട്, ദ സ്ട്രോങ്ങർ പാർട്ടിയോട്, ആ റിലേഷൻഷിപ്പിലെ സ്ട്രോങ്ങർ പാർട്ടിയോട് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനത്തെ എന്ന് പറഞ്ഞാൽ പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്ന ഒരു ജ്ഞാനം വെളിപ്പെടുത്തി. എന്താന്ന് ചോദിച്ചാൽ 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, പിതാക്കന്മാരെ, എഫെസസിലുള്ള എല്ലാ പിതാക്കന്മാരും പ്രതീക്ഷിക്കുന്ന പോരട്ടെ പിതാക്കന്മാരെ മക്കളെ നല്ലവണ്ണം ഭരിച്ചോണം. അതാ പ്രതീക്ഷിക്കുന്നത്. ഭരിക്കണ്ടായോ? ഭരിക്കണം. ഉപദേശിക്കണ്ടായോ? ഉപദേശിക്കണം. പക്ഷെ 6:4 വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? 6:4 പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും. ആ വാക്ക് കണ്ടോ? ഭർത്താവിനോടുള്ള ബന്ധത്തിലും പറയുക, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ. ഇവിടെയും പറയുന്നു, പിതാക്കന്മാരെ നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവിൻ. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ നിങ്ങളുടെ അജണ്ടയെ അടിച്ചേൽപ്പിക്കുന്ന വസ്തുക്കളാക്കി കുഞ്ഞുങ്ങളെ മാറ്റാതെ. 6-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ. ഈ ഗ്രൂപ്പുകളിലെ ഏറ്റവും റാഡിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് 2-ാം പാർട്ടികളോടാ പറയുന്നത്. 3-ാമത്തെ ഗ്രൂപ്പിലുള്ളവരാ. നോക്കിക്കേ, 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം, ദാസന്മാരെ എന്ന് വിളിച്ചു തുടങ്ങുമ്പം ഭാര്യമാര് പ്രതീക്ഷിച്ചതുപോലെ, കുഞ്ഞുങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ദാസന്മാര് പറയും, ഞങ്ങൾക്കറിയാം ഞങ്ങളോട് എന്താ പറയാനുള്ളതെന്ന്. ഞങ്ങൾ എല്ലാവരും കീഴ്പ്പെട്ട് പോണോന്നല്ലേ? അതല്ലേ ഞങ്ങൾ ചെയ്യുന്നത്. കീഴ്പ്പെട്ടില്ലേ ഞങ്ങളെ അടിക്കത്തില്ലേ, ഉപദ്രവിക്കത്തില്ലേ? പക്ഷെ വിശ്വാസികളോട് പറയുക, ദാസന്മാരെ ജഡപ്രകാരം യജമാനന്മാരായവരെ ക്രിസ്തുവിനെന്ന പോലെ. അവർ ഞെട്ടുക, ക്രിസ്തുവിനെന്ന പോലെ. പക്ഷെ അതിനെക്കാട്ടിൽ ഷോക്കിംഗ് എന്താണെന്നറിയാമോ? 6:8 ഈ 3 ഗ്രൂപ്പിലും 2-ാമത്തെ പാർട്ടിയോട് പറയുന്നതാണ് ഞെട്ടിപ്പിക്കുന്നത്. അതാ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം ഒന്നിപ്പിച്ച് കാണാൻ വേണ്ടി ഭരിക്കുകയല്ല, കീഴ്പ്പെടുത്തുകയല്ല, ആത്മാവിനാൽ ഏകീഭവിപ്പിക്കുന്ന ഒരവസ്ഥ. 6:8 എന്താ പറയുന്നതെന്ന് അറിയാമോ? 6-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, യജമാനന്മാര് പ്രതീക്ഷിക്കുന്നത് പറ ഞങ്ങളുടെ ദാസന്മാരെ എല്ലാം ഭരിക്കണമെന്നാണോ പറയാൻ പോകുന്നത്? അല്ല. ശ്രദ്ധിക്കേ, യജമാനന്മാരെ സ്വർഗത്തിൽ നിങ്ങൾക്കൊരു യജമാനൻ ഉണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും. മാതാപിതാക്കളോട് പറയുക കോപിപ്പിക്കാതെ, യജമാനന്മാരോട് പറയുക
ഭീഷണി വാക്ക് ഒഴിവാക്കുക. ഭർത്താക്കന്മാരോട് പറയുക, യേശു സഭയെ സ്നേഹിച്ചതുപോലെ. ഇതാണ് ദൈവത്തിൻ്റെ ബഹുവിധമായ ജ്ഞാനം. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ഏവരുടെയും കുടുംബത്തിൽ ഈ ജ്ഞാനം ഒന്ന് വെളിപ്പെടട്ടെ. ഇതാർക്കും പറഞ്ഞു തരാനൊക്കത്തില്ല. പറഞ്ഞു തരാം, അത് മനസ്സിലാകണമെന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് ഈ കോൺഫറൻസിന്റെ ആദ്യത്തെ ദിവസം ഒരു വെളിപ്പാട് കൈമാറട്ടെ. ആ വെളിപ്പാട് ദൈവത്തിന്റെ ജ്ഞാനത്തെ പ്രദർശിപ്പിക്കുന്ന, പ്രസംഗിക്കുക മാത്രമല്ല, പൗലോസ് പറഞ്ഞ പോലെ പ്രദർശിപ്പിക്കുന്ന ഒരു ദൈവസഭയായി പോരാ, ഒരു കുടുംബമായി, ഹാർമണിയുള്ളൊരു കുടുംബമായി, പീസുള്ളൊരു കുടുംബമായി, ദൈവത്തിന്റെ സ്വസ്ഥതയെ അയൽവക്കങ്ങളിൽ വെളിപ്പെടുത്തുന്ന, ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ ജ്ഞാനത്തെയും ശക്തിയെയും വെളിപ്പെടുത്തുന്ന ഒരു കൂട്ടമായി മാറുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ദൈവത്തിന്റെ കൃപയുടെ വ്യവസ്ഥ, ആ ദിക്ക് എങ്ങോട്ടാ പോകുന്നതെന്ന്, ദൈവത്തിന്റെ മർമ്മത്തിന്റെ വ്യവസ്ഥ, കാലസമ്പൂർണതയിൽ നടക്കാൻ പോകുന്ന ദൈവത്തിന്റെ പദ്ധതിയുടെ വ്യവസ്ഥ, അതെന്തെന്ന് ചോദിച്ചാൽ എല്ലാം യേശുവിൻ്റെ തലയുടെ കീഴിൽ കൊണ്ടുവരുന്ന ആ ദിവസത്തിന് മുന്നോടിയായി ഇന്ന് സഭയിലൂടെ ദൈവത്തിന്റെ ജ്ഞാനത്തെ പ്രദർശിപ്പിക്കണമേ. സഭയിൽ ഐക്യത ഉണ്ടാകണമേ. എല്ലാ ഭിന്ന ചിന്താഗതിയെയും മാറ്റണമേ. കുടുംബങ്ങൾ ദൈവത്തിന്റെ സമാധാനം, സ്വസ്ഥത ഉണ്ടാകണമേ. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും കുടുംബ കലഹങ്ങളിൽ കുടുങ്ങിപ്പോയെങ്കിൽ ഈ വചനത്താൽ, വചനത്തിന്റെ ശക്തിയാൽ അവരെ ഏകീഭവിപ്പിക്കണമേ. സഭയുടെ അന്തരീക്ഷത്തിൽ വലിയ ഉണർവിനെ അയക്കണമേ. AGIFNയുടെ ഈ കോൺഫറൻസ് നിമിത്തം ഒരു വലിയ റെക്കൺസിലിയേഷൻ നടക്കുവാൻ, ഭിന്നതകളുടെ സ്വരങ്ങൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറി ദൈവത്തിന്റെ ജ്ഞാനത്തെ വെളിപ്പെടുത്തുന്ന ഒരു സമൂഹമായി ഞങ്ങൾ മാറുവാൻ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നാളെയും കർത്താവിന്റെ വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.